നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ യോഗമുദ്ര ആണ് അവതരിപ്പിക്കുന്നത്. നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ശാരീരിക അധ്വാനങ്ങളില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സമയങ്ങളിലൊക്കെ ആ സമയങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ശാരീരിക മെച്ചത്തിനായിട്ട് ചെയ്യാവുന്ന, രോഗശമനത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഹസ്തമുദ്രകളിൽപ്പെട്ട മൃഗിമുദ്രയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. മൃഗി എന്നാൽ എപ്പിലെപ്സി അഥവാ അപസ്മാരം ആണ്. അപസ്മാര രോഗികൾക്ക് നിത്യം ചെയ്താൽ ആ രോഗം ഇല്ലാതാകുന്നതിന് സഹായിക്കുന്ന മുദ്രയാണിത്. നിരവധി രോഗങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു സമാന്തര ചികിത്സാ സംവിധാനമാണ് ഈ മുദ്രാവിജ്ഞാനം. അപ്പോൾ ഇതിൽ മൃഗിമുദ്ര വളരെയേറെ രോഗങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു മുദ്രയാണ്. നമുക്ക് മുദ്ര പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. മുദ്ര ചെയ്യുന്നത് വഴി എന്തെല്ലാം പ്രയോജനങ്ങൾ കിട്ടും എന്നെല്ലാം വീഡിയോയുടെ അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. വീഡിയോ കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നമുക്ക് മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് രണ്ട് കൈയിലും പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു മുദ്രയാണ്. അതിനായിട്ട് നമ്മളുടെ നടുവിരലും മോതിരവിരലും ഇപ്രകാരം ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒന്നാമത്തെ വര, രണ്ടാമത്തെ വര, ഈ രണ്ടാമത്തെ വരയുടെ രണ്ട് വിരലിൻ്റെയും ഇടയ്ക്കായിട്ട് ആ രണ്ടാമത്തെ വരയിലായിട്ട് തള്ളവിരലിൻ്റെ അഗ്രത്തെ വയ്ക്കുക. മറ്റ് രണ്ട് വിരലുകൾ, അതായത് ചൂണ്ടുവിരലും ചെറുവിരലും നിവർത്തി പിടിക്കുക. അതേപോലെ തന്നെ വലത് കൈയിലും ചെയ്യുക. ഇപ്രകാരം രണ്ട് കൈയിലും ചെയ്യുക. രണ്ടാമത്തെ വരയിൽ, അതായത് മൂലത്തിൽ നിന്ന് ആദ്യത്തെ വരയിൽ, മുകളിൽ നിന്ന് രണ്ടാമത്തെ മടക്കിൽ തള്ളവിരലിൻ്റെ അഗ്രത്തെ മുട്ടിക്കുക. ചൂണ്ടുവിരലും ചെറുവിരലും നിവർത്തി പിടിക്കുക. ഇപ്രകാരമാണ് ഈ മുദ്ര ചെയ്യേണ്ടത്. ഇതിന് മൃഗി മുദ്ര എന്ന് പറയും, എപ്പിലെപ്സി അഥവാ അപസ്മാര മുദ്ര. ഈ മുദ്ര നമുക്ക് 15 മിനിറ്റിന്റെ ഗുണിതങ്ങളായിട്ട് 45 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. 45 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്. സ്വസ്ഥമായിട്ട് ഏതെങ്കിലും യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നവർ ചെയ്യുക. അതിന് സാധിക്കാത്തവർ കസേരയിൽ ഇരുന്നു കൊണ്ടും മറ്റും ചെയ്യാവുന്നതാണ്. ശ്വസനക്രിയ കൂടി ചെയ്താൽ മുദ്രയ്ക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുന്നതാണ്. ഏത് സമയത്തും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പോലും ഈ മുദ്രയെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിരവധി ഗുണങ്ങളുള്ള ഈ മുദ്ര ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഗുണങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. നമുക്കിനിയും ഈ മുദ്ര ചെയ്താൽ എന്തെല്ലാം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുമെന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഗുണം, ഇത് അപസ്മാര രോഗത്തിന് നല്ലൊരു ആശ്വാസം നൽകുന്ന മുദ്രയാണ്. രണ്ടാമത്തെ ഗുണം, ജലദോഷം മൂലമുണ്ടാകുന്ന പല്ലിനു വേദനയും തലവേദനയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് ഈ മുദ്ര സഹായിക്കും. മൂന്നാമത്തെ, ഈ മുദ്ര ചെയ്യുക വഴി കിട്ടുന്ന ഗുണം നമ്മളുടെ ചിന്തകളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ ഗുണം, മാനസിക സമ്മർദ്ദത്തെ ഇല്ലാതാക്കി മനസ്സിനെ സ്വസ്ഥമാക്കാൻ സഹായിക്കുന്നു. അഞ്ചാമത്തെ ഗുണം, നമ്മളുടെ മനസ്സിനെ സ്വസ്ഥമാക്കാനും ചിന്തയെ നേർവഴിക്ക് നടത്താനും ഒക്കെ സഹായിക്കുകയും, അതുകൊണ്ട് തന്നെ ഇത് ധ്യാനത്തിന് ഏറ്റവും പറ്റിയ മുദ്രയായിട്ട് പറയപ്പെടുന്നുണ്ട്. ധ്യാനം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ മുദ്ര അനുവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് സ്വസ്ഥമാകുകയും ധ്യാനത്തിൽ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൈവരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇപ്രകാരം നിരവധി ഗുണങ്ങളുള്ള ഈ മുദ്ര നിങ്ങൾ നിത്യം ചെയ്യുക. ഇതിൻ്റെ പ്രയോജനത്തെ മനസ്സിലാക്കി ചെയ്യുക. നിങ്ങളുടെ ശരീരം ആരോഗ്യപൂർണ്ണമായിരിക്കാൻ ഹസ്തമുദ്ര നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും ഈ മുദ്രയുടെ പ്രയോജനങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നമസ്കാരം.